ജയ ജയ വിളികൾ കവികളുയർത്തി, കുടിലുകൾ കലകളുയർത്തി, ജനങ്ങൾ തേടി നടക്കും ഗീതയിൽ വിടർന്ന മോഹന ചരിതങ്ങൾ. ഹരിപത്മസുനങ്ങളെ ഹരിപത്മസുനങ്ങളെ ഹരിപത്മസുനങ്ങളെ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 7-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. കാർപണ്യദോഷോപഗത സ്വഭാവഃ പൃച്ഛാമി ത്വം ധർമ്മസമൂഢചേതാഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ ആഗംസ്യാധി മാം ത്വാം പ്രപന്നം. നമസ്തേ. 2-ാം അധ്യായമായ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അജ്ഞാനദോഷം കാരണം എൻ്റെ സ്വഭാവം മങ്ങിപ്പോയതിനാൽ ധർമ്മമെന്തെന്നറിയാത്ത മനസ്സോടുകൂടി ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. മോക്ഷമാർഗത്തിനുള്ള വഴി എനിക്ക് തീർത്തും ഉപദേശിച്ചു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനായി ശരണം പ്രാപിച്ചിരിക്കുകയാണ്. എന്നെ ശാസിച്ചാലും. മറ്റ് വിദ്യകളെ പോലെയല്ല ആത്മവിദ്യ. അറിവുണ്ടെന്ന അഹങ്കാരം വെടിഞ്ഞ് വിനയാനിതനായി ഗുരുവിനെ സമീപിച്ചാലേ ആത്മവിദ്യ ലഭിക്കൂ. അല്ലാത്തവർക്ക് അത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങെന്നെ ശാസിച്ചാലും ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന വാക്കുകൾ അർജുനന് ആത്മവിദ്യയ്ക്ക് പാകം വന്നതായി തെളിയിക്കുന്നവയാണ്. അർജുനൻ എങ്ങനെയാണ് ഗീതാസാഗരം ഉൾക്കൊണ്ടു എന്നത് ഗീതയിൽ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതാശാസ്ത്രത്തിൻ്റെ ആദിമഗുരു ശ്രീകൃഷ്ണനും ഗീതാ പഠനം നടത്തുന്ന ആദ്യത്തെ ശിഷ്യൻ അർജുനനുമായി തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതിനുള്ള വ്യഗ്രതയുണ്ടെങ്കിലും പാർത്ഥന് തൻ്റെ സങ്കുചിതമായ ഹൃദയ ദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ കഴിയുന്നില്ലെന്നാണ് ഇവിടെ ഭവിച്ചിരിക്കുന്നത്. നമസ്തേ. 8-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.